Hello friends, welcome to Nistha Gallery. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ബാർബി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബാർബി കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് വാനില സ്പോഞ്ച് തയ്യാറാക്കിയെടുക്കാം. സ്പോഞ്ചിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 6 മുട്ട, 1.5 കപ്പ് പഞ്ചസാര, 2 കപ്പ് മൈദ, 100 ഗ്രാം ഓയിൽ അല്ലെങ്കിൽ ബട്ടർ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1.5 കപ്പ് പാല്. നമുക്ക് സ്പോഞ്ച് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്തെടുക്കാം. ചെറുതായി ഓൺ ചെയ്തെടുക്കാം. ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടാണ്. മുട്ടയും പഞ്ചസാരയും നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സീവ് ചെയ്തെടുക്കാം. നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്പീഡൊന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മൈദയും പാലും ഓയിലും കുറച്ചായി ആഡ് ചെയ്യാം. വാനില എസൻസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ പാൻ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ബട്ടറോ വെജിറ്റബിൾ ഓയിലോ വെച്ച് നമുക്ക് ഗ്രീസ് ചെയ്തെടുക്കാം. അല്പം മൈദ തൂവിക്കൊടുക്കാം. എല്ലാ സൈഡിലേക്കും വെക്കുക. പാൻ അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് ബാറ്റർ ഒഴിക്കാം. ഫ്ലെയിം ഒന്ന് ചെറുതാക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 40-45 മിനിറ്റോളം ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഐസിങ്ങിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് അത് ലോ സ്പീഡിൽ നമുക്ക് അടിച്ചെടുക്കാം. അതായത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്, ലോ സ്പീഡിൽ അടിക്കുകയാണ്. എൻ്റെ സ്പോഞ്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ 2 സൈസിലുള്ള സ്പോഞ്ചാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. 2 സൈസിലുള്ള സ്പോഞ്ച് തയ്യാറാക്കണമെന്നില്ല. നിങ്ങൾക്ക് എല്ലാം ഒരേ സൈസിലുള്ള സ്പോഞ്ച് തയ്യാറാക്കിയിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 2 സൈസിലുള്ളതാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ലെയർ ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കേക്ക് ആദ്യം ലെയർ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഷുഗർ സിറപ്പ് ഫസ്റ്റ് ലെയറിൽ ആഡ് ചെയ്യുന്നു. ഇത് കേക്ക് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം ബാക്കി ഡെക്കറേഷൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന്
ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു കവറിങ് ചെയ്തെന്നുള്ളൂ. ബാക്കി ഡെക്കറേറ്റിംഗ് ചെയ്യുമ്പോൾ ഈ സൈഡൊക്കെ നല്ലപോലെ കവർ ചെയ്ത് വരും. ഞാൻ ഇവിടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് 3 കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, വൈറ്റും ബ്ലൂവും പിങ്കും. ഇതിൽ ഞാൻ ജെൽ കളറാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ബാർബിയെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. സെൻട്രലായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ ബാർബിയുടെ മുടി തൽക്കാലം ഒരു പിന്ന് വെച്ചിട്ട് മേലോട്ടാക്കി വെച്ചതാണ്. നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കാം. ഞാനിവിടെ ജസ്റ്റ് സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ലൈന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാർബിനെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് ഞാൻ ബാർബിയെ മെല്ലെ ഊരിയെടുക്കുകയാണ്. നല്ല ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ക്രീം ചെയ്യാം. ആദ്യം ഞാൻ പിങ്കാണ് ചെയ്യുന്നത്. നമുക്ക് ക്രീം ചെയ്തെടുക്കണം. നമുക്ക് ഇതിനൊന്നും കൂടി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിനായി ഞാനിവിടെ സിൽവർ ബോൾസാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതുപോലെ ഓരോ സിൽവർ ബോൾസ് ഇതിനിടയിൽ വെച്ച് കൊടുക്കാം. എൻ്റെ ബാർബി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.